ഓം ശ്രീ മഹാദേവിയെ നമഃ. ഇത് കായംകുളം കീരിക്കാട് തെക്ക് മൂലേശ്വരി ശ്രീ മഹാദേവ ക്ഷേത്രം. നൂറ്റാണ്ടുകളുടെ പഴക്കം ഉള്ള ഒരു ക്ഷേത്രമാണ്. വളരെ ചരിത്ര പ്രാധാന്യമേറുന്നതും വിശ്വപ്രസിദ്ധമായ ഓണാട്ടുകരയിലെ ത്രിമൂർത്തികൾ വാഴുന്ന ഒരു ക്ഷേത്രമാണ്. ശൈവ ശാക്തേയ വൈഷ്ണവ മൂർത്തികളുടെ ഒരു സംഗമസ്ഥാനമാണ് മൂലേശ്വരി മഹാദേവ ക്ഷേത്രം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മഹാക്ഷേത്രങ്ങൾക്ക് തത്തുല്യമായൊരു ക്ഷേത്രവും കൂടാണ് മൂലേശ്വരി മഹാദേവ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തി തന്നെ നിർണ്ണയിക്കാൻ വളരെ പ്രയാസമുള്ളൊരു കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രം ഇതിൻ്റെ ആരംഭം. കാശിയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു സാളഗ്രാമയിൽ നിന്ന് ആരംഭിച്ചതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ആരംഭമെന്ന് ഇവിടുത്തെ പൂർവികർ പറഞ്ഞു കേട്ടുള്ള അറിവാണ്. മൂലനക്ഷത്രത്തിലെ കുടിയേറി 10 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന അതിവിശിഷ്ടവും വിപുലവുമായ ക്ഷേത്ര ആചാര ചടങ്ങുകളോടുകൂടിയിട്ടാണ് ഇവിടുത്തെ ഉത്സവം നടത്തപ്പെടാറുള്ളത്. അതിൽ തന്നെ വടക്കോട്ട് ദർശനമായ ഭദ്രകാളിയും കിഴക്കോട്ട് ദർശനമായ 2 ഭദ്രകാളി രൂപം ഈ ക്ഷേത്രത്തിന് വളരെ പ്രാധാന്യമേറിയ ഒന്നാണ്. അതിന് വടക്കോട്ട് ദർശനമായ ക്ഷേത്രം ദാരു ശിലയിലാണ്. അത് മുടിയാണ്. ഇരിക്കുമ്പോൾ ദേവതയായും എടുക്കുമ്പോൾ കിരീടവുമാകുന്ന മുടി സമ്പ്രദായത്തിലാണ് ഇവിടുത്തെയും ദേവതാ സങ്കല്പം. ചൊവ്വ വെള്ളി ദിവസങ്ങളിലും 1-ാം തീയതിയും ഉത്സവം 10 ദിവസങ്ങളിലും വിശേഷാലായിട്ട് ഇപ്പോൾ നമ്മൾ മൂലനക്ഷത്രം തോറും ഗുരുതി നടത്തുന്നതോടൊപ്പം നമ്മുടെ ക്ഷേത്രത്തിലെ മുടിയമ്മയുടെ തിരുനടയും തുറക്കാറുണ്ട്. ഇവിടുത്തെ ഏറ്റവും വളരെ വിശേഷപ്പെട്ട ചടങ്ങ് തിരുവുത്സവമാണെങ്കിലും ആ തിരുവുത്സവത്തിൽ ഇവിടുത്തെ പ്രധാന ദേവത മഹാദേവനാണെങ്കിലും മൂലനക്ഷത്രത്തിലാണ് ഇവിടുത്തെ കൊടിയേറ്റ്. മൂലനക്ഷത്രം ഇവിടുത്തെ ഭഗവതിയുടെ നക്ഷത്രമാണ്. അതുകൊണ്ട് തന്നെ മൂലനക്ഷത്രം തോറും നടന്നു വരാറുള്ള മഹാഗുരുതി പൂജയിൽ ഏകദേശം 6-7 പേരിൽ തുടങ്ങി ഇന്ന് അനേകമായ ആയിരങ്ങളോടുകൂടി പങ്കെടുക്കുന്ന തരത്തിലേക്ക് ഈ മഹാഗുരുതി വ്യാപിച്ചു കഴിഞ്ഞു. ദേശാന്തരങ്ങളിൽ നിന്നും അനേകമായ ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. ഏകദേശം 10 മണിക്ക് ആരംഭിച്ച് 1:30 അവസാനിക്കുന്ന തരത്തിലാണ്. മധ്യാഹ്ന ഗുരുതിയാണ്. ഗുരുതികളിൽ ഏറ്റവും വളരെ ശ്രേഷ്ഠമായ ഗുരുതി മധ്യാഹ്ന ഗുരുതിയാണ്. അപ്പോൾ അഭിജിത്ത് മുഹൂർത്തവും കൂടെ വരുന്ന മഹാവിഷ്ണുവിൻ്റെ സുദർശന ചക്രം മറച്ചു പിടിക്കപ്പെട്ട വളരെ ശ്രേഷ്ഠമായ ഒരു ഭാവോടുകൂടിയുള്ള സമയമാണ് അഭിജിത്ത് മുഹൂർത്തം. ആ അഭിജിത്ത് മുഹൂർത്തത്തിൽ ഭക്തർ തൻ്റെ ദുരിതങ്ങളും ദുഃഖങ്ങളും ആശകളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഭഗവതിയുടെ തൃക്കാൽക്കൽ തൻ്റെ ശരീരത്തിന് സമാനമാകുന്ന സ്വരൂപമാകുന്ന ഒരു കുമ്പളങ്ങയിലേക്ക് പ്രാർത്ഥനയോടുകൂടി ആ ഗുരുതിക്കളത്തിലേക്ക് പ്രാർത്ഥനയോടുകൂടി സമർപ്പിച്ച് വെട്ടിമുറിച്ച് കഷണങ്ങളാക്കിയിടുമ്പോൾ തൻ്റെ ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഭഗവതി അമ്മ നിറവേറ്റുമെന്നുള്ള ആശയോടു കൂടിയിട്ടാണ്. നാളിതുവരെയുള്ള ഏതു പ്രാർത്ഥനയും ഈ അമ്മയുടെ തിരുനടയിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടുള്ളതെല്ലാം ആ കാരുണ്യമൂർത്തി വാത്സല്യപൂർവ്വം ഓരോ ഭക്തജനങ്ങൾക്കും ആഗ്രഹിക്കുന്നതിനപ്പുറം അർഹിക്കുന്ന പ്രാധാന്യത്തോടു കൂടി തന്നെ നൽകിയിട്ടുണ്ട്. ഇവിടെ വന്ന് ഏകദേശം 2.5 വർഷമായി ഞാൻ ഈ ക്ഷേത്രത്തിൽ മേൽശാന്തി സ്ഥാനം ഏറ്റിട്ട് നാളിതുവരെയുള്ള ഓരോ പ്രാർത്ഥനകളും ആ ഭക്തൻ്റെ പ്രാർത്ഥനകൾ സാധൂകരിക്കുന്നത് കാണുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞാൻ ഈ പൂജയിൽ പങ്കെടുക്കുന്നത്. ഇന്ന് മൂലനക്ഷത്രമാണ്. അമ്മയുടെ മഹാഗുരുതി പൂജ വളരെ സമംഗളം സമർപ്പിക്കപ്പെട്ടു. ഒരു ഗുരുതി അന്നദാന സമിതിയുണ്ട്. ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്കെല്ലാം ആ അന്നദാനം വളരെ സന്തോഷത്തോടു കൂടി ഒരു പ്രാർത്ഥനയോടുകൂടി ഭക്തജനങ്ങൾക്ക് സമർപ്പിക്കപ്പെടുന്ന ഈ ദേശത്തിൻ്റെ ഒരു ഉത്സവമായി തന്നെ ഈ പൂജ അറിയിക്കുന്നു. പങ്കെടുക്കുന്നവർക്കെല്ലാം പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം ആ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം ശ്രീ മഹാദേവിയെ നമഃ. മാതൃഭാവത്തോടെ അമ്മയെന്നും കാവലായി കൂടെയുണ്ടാകുമല്ലോ. അമ്മയെ കാണുവാനെന്തഴക്, അമ്മയ്ക്കൊരായിരം പൊന്നഴക്. അമ്പിളിക്കീർപോലമ്മയെ
അന്തരംഗത്തിലുദിച്ചിടും ഒന്നിലും ആസക്തി തോന്നിടാതെ ഒന്നാണോ നാം എന്ന ഭാവമോടെ ഒന്നിച്ചു നമ്മൾ ഭജിച്ചിടുമ്പോൾ ഒന്നിച്ചു കൂടെയുണ്ടാകും അമ്മ. അമ്മയെ കാണുവാൻ അമ്മയ്ക്കൊരായിരം പൊന്നഴക് അമ്പിളിക്കീറുമ്പോഴമ്മേന്റെ അന്തരംഗത്തിലുദിച്ചിടും ഓമനത്തിങ്കളുദിച്ച പോലെ ഓർമ്മയിലമ്മ വെളിച്ചമേകും ഓങ്കാര ബ്രഹ്മസ്വരൂപമായി ആത്മാവിലമ്മ വിളങ്ങി നിൽക്കും. അമ്മയെ കാണുവാനെന്തഴക് അമ്മയ്ക്കൊരായിരം പൊന്നഴക് അമ്പിളിക്കീറുപോലമ്മയല്ലേ അന്തരംഗത്തിലുദിച്ചിടും ഔഷധം കൊണ്ട് ശമിച്ചിടാത്ത വൈഷമ്യമെല്ലാം അകറ്റുമമ്മ. ഐക്യവും ശാന്തിയും നൽകിടുന്ന ഔദാര്യകേദാരമായൊരമ്മ. അമ്മയെ കാണുവാനെന്തഴക് അമ്മയ്ക്കൊരായിരം പൊന്നഴക് അമ്പിളിക്കീറുപോലമ്മയന്റെ അന്തരംഗത്തിലുദിച്ചിടും ഭരണസമിതി വേണ്ട എങ്ങനെ അസസ്മെന്റ്